വയനാട്ടിലെ ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം 6ാം ദിവസവും പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പോയ സമയങ്ങളിൽ കണ്ടത്. രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇനി അതൊരു ദുരന്ത നിവാരണ പ്രവർത്തനമായിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നിപ്പോൾ 6 ദിവസമായിരിക്കുന്നു. ജീവനോടെ അവശേഷിക്കാൻ സാധ്യതയുള്ളവരെയെല്ലാം നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ 6ാം ദിവസവും മണ്ണിനടിയിൽ മനുഷ്യർ നിരവധി കുടുങ്ങിപ്പോയിട്ടുണ്ടാകാം. അവരെ പുറത്തെത്തിക്കുക, അവരുടെ ശരീരഭാഗങ്ങൾ പുറത്തെത്തിക്കുക എന്നതാണ് നേരത്തെ മുണ്ടക്കയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, സർവേ, ഒപ്പം തന്നെ ഐബേർഡ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന അടക്കം ഇന്നത്തെ ദിവസം നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചൂരൽമലയിൽ നിന്ന് റമീസ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. റമീസ്, ചൂരൽമലയിൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തന പരിശോധനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്? മുണ്ടക്കയിലും എത്തിച്ച് ഇവിടുത്തെ രക്ഷാദൗത്യം നടത്തും എന്നാണ് നമ്മുടെ സർക്കാരും നമ്മളൊക്കെയും എടുത്ത തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബെയിലി പാലത്തിന് സമീപമാണ്. നമുക്കറിയാം, ഈ ഒരു രക്ഷാദൗത്യത്തിൽ ഈ പാലത്തിന് പ്രധാന പങ്കുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സംവിധാനം, ഇത് പ്രവൃത്തി വളരെയധികം അഭിനന്ദനീയ. ഇങ്ങനെ നോക്കി നിന്നൊരു പ്രവർത്തനം, മണിക്കൂറുകളുടെ വേഗത കൊണ്ട് ഈ ഒരു പാലം നിർമ്മിക്കുന്നു. അവിടുന്ന് മുണ്ടക്കയിലെ ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് രക്ഷിച്ചു കൊണ്ടുവരുന്നു. അത്തരത്തിൽ വലിയൊരു സംവിധാനമായിരുന്നു ഈ ഒരു ബെയിലി പാലം കൊണ്ട് നടന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസ് പണി നടക്കുകയാണ്. ഈ ഒരു ബെയിലി പാലം നിർമ്മാണത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. ഇവർ കൂടി ചേർന്ന കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഇതിൻ്റെ ഈ ഒരു പാലവും സംവിധാനങ്ങളൊക്കെയും തന്നെ നിർമ്മിച്ചു കഴിഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസ് പണിയുടെ ഭാഗമായിട്ട് ഊരാളുങ്കൽ കുറച്ചുകൂടി സാധനങ്ങൾ എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് എൻ്റെ പിറകിൽ കാണുന്നത്. നമ്മൾ ഊരാളുങ്കലിൻ്റെ ഈ ഒരു എഞ്ചിനീയറിംഗ് വർക്ക്സിൽ ഉൾപ്പെട്ട വ്യക്തി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് മെയിൻ്റെനൻസിൻ്റെ പണിയൊക്കെ നടക്കുന്നത്? ഇതിൻ്റെ പിയറിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ മഴ പെയ്ത് വെള്ളം വന്ന് ഇടിക്കുകയോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്യാബിയോൺ വാൾ ചെയ്യുന്നുണ്ട്. അത് PWD നിർദ്ദേശപ്രകാരം, മിലിറ്ററിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുന്നതാണ്. അത് ഈ പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടി, ഈ പിയറിന് ഇനി വേറെ ഒരു അപകടം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, വെള്ളം കാര്യങ്ങൾ വന്ന് കുത്തുമ്പോൾ വരാണ്ടിരിക്കാൻ കൂടുതൽ, അതായത് മഴ കൂടിയാലോ മറ്റോ ഇതിന് പ്രൊട്ടക്ഷനായിട്ട്, ഇതിനെ വേറെ രീതിയിൽ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊട്ടക്ഷനായിട്ട് ഒരു ഗ്യാബിയോൺ വാൾ കെട്ടുന്നതാണ്. നെറ്റിനകത്ത് കല്ല് നിറച്ച് ഒരു ഗ്യാബിയോൺ വാൾ കെട്ടുന്നത്. ഈ ഊരാളുങ്കലാണ് ഈ ഒരു ബെയിലി പാലം നിർമ്മിക്കുന്നതിലടക്കം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഇത് നമ്മളിത് നേരിട്ട് കണ്ടതാണ്. അതും കൂടി ഒന്ന് വ്യക്തമാക്കാം. ഇവരുടെ നിർദ്ദേശപ്രകാരം ഇവർക്ക് വേണ്ട എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം മനു, ഇത്തരത്തിലാണ് ഇവിടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇപ്പം ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം, ഇതിലൂടെ ഒരു മണിക്കൂറിൽ തന്നെ നിരവധി വാഹനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും, അതായത് JCBയും ഹിറ്റാച്ചിയും പോലത്തെ വാഹനങ്ങൾ, വലിയ വാഹനങ്ങളൊക്കെ തന്നെ ഇതിലൂടെ ഈ മുണ്ടക്കൈയുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇന്ന് രക്ഷാദൗത്യത്തിൻ്റെ 6ാം ദിവസം കൂടുതൽ സംവിധാനങ്ങളും സന്നാഹങ്ങളും തന്നെ എത്തിച്ച് പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി വാഹനങ്ങൾ, അതായത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ വാഹനങ്ങൾ, അതൊക്കെയും തന്നെ വഹിക്കാവുന്ന ശേഷി ഈ പാലത്തിനുണ്ടെങ്കിലും വലിയ മഴ ഇനിയും കൂടിയാൽ, ശക്തമായ മഴ ഇനിയും കൂടിയാൽ അത് ചിലപ്പോൾ പാലത്തിനെ ബാധിക്കുമോ എന്നൊരാശങ്കയിലാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ്. 24 ടൺ ഭാരമുള്ള വാഹനങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ആ ബെയിലി പാലം എന്ന് പറയുന്നത്. ആ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്.